വിശുദ്ധമായിട്ടുള്ള ഖുർആൻ ഇഖ്റ ബിസ്മി റബ്ബിക എന്നാണ് തുടങ്ങുന്നത്. തർബിയത്ത് ചെയ്യുന്ന ഖാലിഖിന്റെ ഇസ്മ കൊണ്ട് തുടങ്ങുക എന്നാണ്. ബിസ്മി റബ്ബിക, നിങ്ങളെ തർബിയത്ത് ചെയ്യുന്ന അള്ളാഹുവിന്റെ ഇസ്മിൽ നിന്ന് തർബിയത്തിനെയാണ് വിശുദ്ധ ഖുർആൻ ആദ്യമായി ഓർമ്മപ്പെടുത്തിയത്. പിന്നീട് രണ്ടാമത്തെ ആയത്തിലും തർബിയത്താണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെയും തർബിയത്താണ്. ഖബറിൽ പോയാൽ അവിടെ ചോദ്യം തർബിയത്തുമായി ബന്ധപ്പെട്ടാണ്. മൻ റബ്ബുക, മൻ ഖാലിഖുക എന്നല്ല, മൻ റബ്ബുക. തർബിയത്ത് ഒരു വിഷയമാണ്. ഏത് തർബിയത്താണത്? ഈ ലോകത്ത് മഹാനരായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം മുതൽ പ്രവാചക കുടുംബത്തിലെ നായകരും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖവുമായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വന്നത് തർബിയത്തിനാണ്. തർബിയത്തിന് വന്നതാണ്. എന്താണ് ആ തർബിയത്ത്? സത്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ഞാനടക്കം നമുക്കെല്ലാവർക്കും നമ്മുടെ ശരീരത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം അറിയാം, ശരീരത്തിന് അഴകുള്ള വസ്ത്രം അറിയാം, ശരീരത്തിന് രസം തോന്നുന്ന ജ്യൂസ് അറിയാം, വെള്ളം അറിയാം, ശരീരത്തിന് ബാധിക്കുന്ന അസുഖങ്ങൾ അറിയാം, അതിന് ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് എന്നറിയാം. ഒരുപക്ഷെ ഡോക്ടറെ സമീപിച്ചുകൊണ്ട് മരുന്ന് വാങ്ങുന്നതിന് മുമ്പ് ഓരോ ആളുകൾക്കും എനിക്കിപ്പുണ്ടായ രോഗത്തിന് ഇന്ന മരുന്നായിരിക്കും എന്നും അറിയാം. പനിക്കിന്നതാണ്, ഛർദിക്കുന്നതാണ്, തലകറക്കത്തിനാണ്, തലവേദനക്കിന്നാണ് എന്നൊക്കെ അറിയാത്ത എന്താണ് നമ്മളൊക്കെ ഒരു കുട്ടി ഡോക്ടർമാരാണ്. ഇതൊക്കെ ശാരീരിക ലോകത്താണ്. എന്നാൽ ആത്മാവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം അറിയുന്ന എത്ര ആളുകളുണ്ട്? ആത്മാവിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ, ഉൽപ്പന്നങ്ങൾ, ജ്യൂസ്, ഫ്രൂട്ട്സ്, ആത്മാവിനെ ബാധിക്കുന്ന അസുഖം, അതിന്റെ ചികിത്സ, അതിന്റെ ഡോക്ടർ, അതിന്റെ മെഡിക്കൽ ക്യാമ്പ്, അതിന്റെ ടോണിക്ക്, ഇതൊക്കെ അറിയുന്ന എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട്? ഞാൻ എന്നെ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട്. എനിക്ക് തന്നെ അറിയുമോ? ഇല്ലെങ്കിൽ വേണ്ടേ? അതാണല്ലോ തർബിയത്ത്. അതാണ് തർബിയത്ത്. അൽഹംദുലില്ലാഹ് SYSന്റെ കീഴിലായി നമ്മെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ തർബിയത്താണ്. നമ്മൾ ശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നതാണ് അതിന്റെ പൊരുൾ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന പ്രബോധനം നടത്തലോടുകൂടി സഹാബാക്കൾ ആകെ മാറി എന്ന് നമുക്കറിയാം. ആകെ മാറി. പക്ഷെ എവിടെ മാറി? റസൂലുള്ള വന്നതോടുകൂടി ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ തൊലിയുടെ കളർ മാറിയോ? പക്ഷെ ബിലാൽ ആകെ മാറി. എവിടെ മാറി? ബിലാൽ ആകെ മാറി. നമ്മൾ നോക്കണോടത്തൊന്നും മാറിയിട്ടില്ല. ബിലാലിന് കറുപ്പന്നെ. റസൂലുള്ള വന്നോടുകൂടി വെളുപ്പായിട്ടില്ല. ബിലാലിന്റെ കണ്ണ് അതന്നെ. ഹബീബ നബി വന്നോടുകൂടി കണ്ണിന്റെ രീതി മാറിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ വന്നതോടുകൂടി ഉമർ ഇബ്നുൽ ഖത്താബ് ആകെ മാറി. എവിടെ മാറി? ഹൈറ്റും വെയിറ്റും അതന്നെ, പക്ഷെ ആകെ മാറി. അവിടെയാണ് ഇന്ന് മാറ്റം വേണ്ടത്. അവിടെയാണ് മാറ്റം ഇല്ലാത്തത്. അവിടെയാണ് മാറ്റം വേണ്ടത്. ആ മാറ്റമില്ലാതെ വെറുതെ ഇങ്ങനെ ജീവിതത്തിൽ ഒന്നുമില്ലാതെ കൽബൊക്കെ ഉണങ്ങി വരണ്ട ഭൂമിയായി ഒരു വെളിച്ചത്തിന്റെ മഴയുടെ കാർമേഘം പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മളെങ്ങനെ ജീവിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ പോയി കിടക്കുന്ന ഇരുട്ടുകൊണ്ട് പെയിന്റിട്ടൊരു കല്ലറയുണ്ട്. അത് ജീവിതമാണ്. ആ ജീവിതം, അതാണ് ജീവിതം. ഇത് ജീവിതമില്ല, ഇത് ഒരു കിനാവാണ്. കിനാവില് മനുഷ്യൻ എന്തെല്ലാം ചെയ്യും? ഉരുളും, കൈ നീട്ടും, തുപ്പും, ചിലര് മൂത്രമൊഴിക്കും. എന്നതുപോലെ ഈ കിനാവില് പലരും സിനിമ കാണുന്നു, വ്യഭിചരിക്കണ്, ഗൈബത്ത് പറഞ്ഞ്, നമീമത്ത്, പലിശ, ചതി, വഞ്ചന, രശനി, ഭീഷണി. കാരണം ഇത് കിനാവാണ്. അന്നാസു നിയാമുൻ ഇദാ മാതു ഇൻദബഹു നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഉണരുന്നത് മൗത്തോടുകൂടിയാണ്. പക്ഷെ ബുദ്ധിയുള്ള ആളുകൾ ഇപ്പോൾ ഉണരും. ബുദ്ധിയുള്ള ആളുകൾ ഇപ്പോൾ ഉണരും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. കൽബിന്റെ ഉണർവില്ലാതെ ഈ കണ്ണ് തുറന്നുകൊണ്ട് ഒരു കാര്യമില്ല.
അത് ഉഷാറായിട്ട് നമ്മളെക്കാൾ മൃഗങ്ങൾ തുറക്കുന്നുണ്ട്. നമ്മളെക്കാൾ കാഴ്ച പാമ്പുകൾക്കും അതുപോലെ പറവുകൾക്കൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ കൽബിൽ ഒരു കണ്ണുണ്ട്, അതാണ് തുറക്കേണ്ടത്. അത് തുറന്നിട്ടത് തുറന്നാലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ കാര്യമില്ല. അതുകൊണ്ട് നമ്മളെ കൽബ് അള്ളാഹു തുറന്നേറ്റെ. ഒന്നാമീൻ പറയും, അള്ളാഹു നമ്മുടെ കൽബ് തുറന്നേറ്റെ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നീ തുറന്നു തരണേ റബ്ബേ. ആ തുറന്ന ഹൃദയവുമായിട്ട് സഞ്ചരിക്കുമ്പോൾ മനുഷ്യന്റെ മുമ്പിൽ ഏറ്റവും വിലപ്പെട്ട കനപ്പെട്ട അമല് മുതഅദ്ദിയായ അമലാണ്. എന്ന് പറഞ്ഞാൽ അമല് രണ്ടായിട്ടാണ്, ഫെയില് രണ്ടായിട്ടാണെന്ന് അറിയും പോലെ. ഫെയില് ലാസിമുണ്ട്, മുതഅദ്ദി ഉണ്ട്. പൊതുജനങ്ങൾക്ക് മനസ്സിലാവാൻ പ്രയാസമായിരിക്കും, ഞാൻ മലയാളത്തിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഹസ്സല എന്ന ഫെയില് ലാസിമാണ്, കരസ്ഥമായി എന്നാണ്. അതിന് വലിയ നിലയും വലിയൊന്നുമില്ല. ഹസ്സല തർക്കടില്ല, മുതഅദ്ദിയാണ്, കരസ്ഥമാക്കി കൊടുത്തു എന്നാണ്. ഒരു മനുഷ്യൻ സ്വയം അവന്റെ ഉപകാര പരിധിയിൽ മാത്രം ഒതുങ്ങി ചെയ്യുന്ന അമലും മറ്റുള്ളവരിലേക്ക് വിട്ടുകടക്കുന്ന അവസ്ഥയിൽ ചെയ്യുന്ന അമലും തമ്മിൽ അജഗജാന്തരമുണ്ട്, വലിയ മാറ്റമുണ്ട്. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന് കൊതിക്കുന്നത് മറ്റുള്ളവരിലേക്ക് ഉപകാരം പോകുന്ന അമലിനെ കുറിച്ചാണ്. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫസദ്ദഖ. ഇസ്ലാം കാര്യത്തിൽ നിന്ന് അത് മാത്രമാണ് മനുഷ്യൻ മരിക്കുന്ന സമയത്ത് കൊതിച്ചത്. ഫസദ്ദഖ, ഫൗസല്ലിയ എന്ന് പറഞ്ഞില്ല, ഫസുമ എന്ന് പറഞ്ഞില്ല, ഫഹുജ്ജ എന്ന് പറഞ്ഞില്ല. ഞാൻ ഹജ്ജ് ചെയ്തോളാം റബ്ബേ, ഞാൻ നോമ്പ് വെച്ചോളാം റബ്ബേ, ഞാൻ നിസ്കരിച്ചോളാം റബ്ബേ എന്നെല്ലാം മരിക്കുന്ന വ്യക്തി പറയണത്. പടച്ചോനെ ഒരു മിനിറ്റ് എനിക്ക് നീട്ടി തന്നാൽ ഞാൻ സ്വതക്ക കൊടുത്തോളാം റബ്ബേ. എന്തേ? അത് ഉപകാരം മറ്റുള്ളവനിലേക്ക് കിട്ടുകയാണ്. അപ്പൊ ഈ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അമല് മറ്റുള്ളവനിലേക്ക് ഉപകാരം വിട്ടുകിടക്കുന്ന അമലാണ്. മറ്റുള്ളവനിലേക്ക് ഉപകാരം വിട്ടുകിടക്കുന്ന അമല. അത് ആഖിറത്തിൽ പോലും ഗുണം ചെയ്യുമെന്നാണ്. ആഖിറത്തിൽ ഇവിടുന്ന് നിസ്കരിക്കാത്ത ആളുകൾക്ക് നിസ്കരിച്ചാൽ രക്ഷപ്പെടൂല. കാരണം തെക്ലീഫിന്റെ ലോകം പോയി, റേഞ്ച് മാറി, ടവർ പോയി, വേറെ റേഞ്ചായി. പക്ഷെ അവിടുന്നും അപൂർവമായിട്ട് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്ന ഉപകാരം ഫലം ചെയ്യുന്ന ഒരവസ്ഥ മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഉദാഹരണം, ഇപ്പോ മീസാനിൽ അമലിട്ട് ഇങ്ങനെ തൂക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, ഒരാൾ അമലിങ്ങനെ ഇട്ട് തൂക്കിയപ്പോ ഒറ്റ ഹസനത്ത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഉണ്ടായത്. ഒറ്റ ഹസനത്ത്. അയാൾക്കാണ്ട് വലിയ ഉപകാരമൊന്നുമില്ല, അയാൾ നരകത്ത് പോകുന്ന ഉറപ്പാണ്. കാരണം ഒരു ഹസനത്ത്, സിനിമ കണ്ടത്, വ്യഭിചരിച്ചത്, കള്ളുടിച്ചത്, ഫിത്ന, ഫസാദ്, നമീമത്ത്, ഗീബത്ത്, കദിബ്, അസഭ്യം, പരദൂഷണം, അങ്ങനെ ജീവിതത്തിലൊക്കെ ചീഞ്ഞുനാറുന്ന പെരുമാറ്റങ്ങളുടെ, സമീപനങ്ങളുടെ, വാക്കുകളുടെ, പ്രവർത്തനങ്ങളുടെ, ചെയ്തികളുടെ, ഹീനമായ മോഹങ്ങളുടെ ചീഞ്ഞുനാറുന്ന ഒരുപാട് ഹിമാലയങ്ങളുടെ കൂമ്പാരം അവന്റെ മുമ്പിൽ. പക്ഷേ ഇടയിൽ ഒരു ഹസനത്ത്, ഒരു ദീനിന്റെ സാസിൽ വന്നിരുന്നു, അല്ലെങ്കിൽ ബക്കറ്റിൽ 500 ഉറുപ്പിക ഇട്ട് കൊടുത്തു, അല്ലെങ്കിൽ മയ്യത്തിന്റെ കൂടെ ഒന്ന് നടന്നു, ഇങ്ങനെ ഒരു ഹസനത്ത്. ഒറ്റ ഹസനത്ത് മാത്രമായതുകൊണ്ട് ആൾ നരകത്തിലേക്ക് പോകും. കാരണം ഇതൊന്ന് ത്രാസിലെ എയിമില് കിട്ടുന്നത് കിട്ടിയില്ല. ആ സമയത്ത് മറ്റൊരാളെ അമല് തൂക്കിയപ്പോ അയാൾക്ക് സ്വർഗം നഷ്ടമാകുന്നത് ഒരു ഹസനത്തിന്റെ കുറവുകൊണ്ട് മാത്രം. രണ്ടും ഇങ്ങനെ മുഖാമുഖം നോക്കാൻ. ഒരാൾ അമലൊക്കെ തൂക്കിയപ്പോ ഒരു ഹസനത്ത് മാത്രം, അത് നരകത്ത് പോകണം. കാരണം അതുകൊണ്ട് നരകം ഒഴിവാക്കി കിട്ടൂല. നരകത്ത് നിന്ന് ചിലപ്പോ അല്ലാഹു തആല ഒരു തീക്കണലത്തെ പെരുന്തലയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തായി എന്ന് മാത്രം. നരകത്തിലാണ്. ഒറ്റ ഹസനത്തുള്ള ഒരു നന്മ ഉള്ളൂ. നേരെപ്പുറത്ത് വേറൊരാള്, അയാൾക്ക് സ്വർഗം നഷ്ടമായത് ഒറ്റ ഹസനത്തിന്റെ കമ്മിയാണ്. ഒരു വോട്ടിന്റെ കുറവുകൊണ്ട് തോറ്റെന്ന് പറഞ്ഞ മാതിരി ഒരു ഹസനത്തിന്റെ കമ്മിയുണ്ട് സ്വർഗം നഷ്ടപ്പെടുകയാണ്. ഇവ രണ്ടാളിങ്ങനെ മുഖാമുഖം നോക്കാണ്. അതില് ഒരു ഹസനത്ത് മാത്രമുള്ള ആളിങ്ങനെ ചിന്തിച്ചു, ഞാനിപ്പോ ഈ ഒരു ഹസനത്തായിട്ട് ഇങ്ങനെ നിന്നിട്ടൊരു കാര്യമില്ല, കാരണം ഞാൻ ഏതായാലും നരകത്ത് പോവാണ്. ഒരു നന്മ മാത്രം എനിക്ക് കിട്ടിയിട്ട് ചെറിയൊരു ചൂടിന് കുറവുണ്ടാവും എന്നല്ലാതെ വേറെ വലിയ കാര്യമൊന്നുമില്ല. ഇയാൾ ആകെ കുടുങ്ങിക്കിടക്കാണ്, അയാൾക്കൊരു ഹസനത്തിന്റെ കമ്മിയുള്ളത്. ആ സമയത്ത് ഇയാൾ അള്ളാഹിനോട് പറയണം, പടച്ചോനെ ഞാൻ ഏതായാലും നരകത്തിലാണ്, അയാളെങ്കിലും സ്വർഗത്ത് പോട്ടെ, എന്റെ ഈ ഹസനത്തെടുത്തിട്ട് അയാളെ ക്ലാസ് കൊടുത്തിട്ട് അയാളെന്നാണ്ട് രക്ഷപ്പെടുത്തിക്കാള എന്ന് പറയുമ്പോ അള്ളാഹു മലക്കളോട് പറയാണ്, അവർ രണ്ടുപേരെയും സ്വർഗത്തിലേക്ക് കയറ്റിക്കോ എന്ന് പരിശുദ്ധ റസൂൽ. മറ്റുള്ളവനിലേക്ക് വിട്ടുകിടക്കുന്ന ഒരു ഉപകാരം. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ജീവിതത്തിലേക്ക് വന്നാൽ മൗത്ത് വരെ അവൻ സത്യത്തിൽ നിയമങ്ങളുടെ ഇടയിലാണ്, ബാധ്യതകളുടെ മധ്യയാണ്. പക്ഷേ ചെറുപ്പത്തിൽ പ്രസവിക്കപ്പെട്ടാൽ അവന്റെ ചെവിട്ടിൽ ചെയ്യേണ്ടത് മറ്റുള്ളവരാണ്, അവന് സ്വയം ചെയ്യാൻ കഴിയില്ല. അവനെ
തേൻ കൊടുക്കേണ്ടത് മറ്റുള്ളവരാണ്, അവന് സ്വയം തേൻ കുടിക്കാൻ കഴിയില്ല. അപ്പൊ അവന് ചെയ്യാൻ കഴിയാത്ത സമയത്ത് ആ നിയമങ്ങൾ പാലിക്കുന്നത് മറ്റുള്ളവരാണ്. അങ്ങനെ തന്നെയാണ് മൗത്തിന്റെ സമയവും. അതുകൊണ്ട് ഒരു ചെറിയ കുഞ്ഞിന്റെ വായിൽ തേന് കൊടുക്കുന്ന കൂലി ആ കുട്ടി വളർന്നാൽ ആ കുട്ടിക്ക് ബിരിയാണി കൊടുക്കുന്നതിനേക്കാളും കൂടുതലാണ്. എന്തുകൊണ്ട്? അത് സ്വയം ആ സമയത്ത് ആ കുട്ടിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു പണിയാണ്. എന്നതുപോലെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് ചെയ്യാൻ കഴിയാത്തതാണ് അദ്ദേഹത്തെ കുളിപ്പിക്കുക. പറ്റുമോ? ഇന്ന് നമുക്ക് കുളിക്കാൻ പറ്റും, പക്ഷെ മനുഷ്യനെ കുളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഒരു മനുഷ്യനെ കുളിപ്പിക്കുക, അവന്റെ മൂക്കില് പഞ്ഞി വെക്കുക, സന്ധികൾ ഒഴിഞ്ഞുകൊണ്ട് ശരിപ്പെടുത്തി കൊടുക്കുക, കണ്ണ് പൂട്ടി കൊടുക്കുക, കഫൻ ചെയ്യുക, ജനാസയെ കൊണ്ടുപോവുക, ഖബറിലേക്ക് ഇറക്കിക്കുക, ഇതൊക്കെ ഒരു മനുഷ്യന് സ്വർഗം ഉറപ്പിക്കാൻ പറ്റുന്ന അമലാണ് എന്ന് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് ഗസാലി എന്ന് പറയണ്ട, ഗസാലി, അതാണ് ലബത്ത്. ഗസാലി എന്നത് ശരിയല്ല, ഞാനും അറിയാതെ അങ്ങനെ പറയല്. ഗസാലി അല്ല, ഗസാലി എന്നാണ്. അപ്പൊ മഹാനരായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് ഗസാലി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഏറ്റവും സ്വർഗത്തിനുള്ള മാർഗമാണ് എന്ന് വല്ല അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ, നാളെ മഹ്ശറിൽ അള്ളാഹു ചോദിക്കാണ്, ഞാൻ സോക്കടായി കിടന്നിട്ട് എന്തേ വരാഞ്ഞെന്ന്. ഞാൻ സോക്കടായി കിടന്നിട്ട് എന്തേ വരാഞ്ഞെന്ന് അള്ളാഹു അവന്റെ അബദിനോട് നാളെ മഹ്ശറിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ രോഗിയായി കിടന്നിരുന്നല്ലോ, എനിക്ക് പനിയായിരുന്നല്ലോ, എനിക്ക് ക്യാൻസർ ആയിരുന്നല്ലോ, എനിക്ക് മുട്ടുവേദന ആയിരുന്നല്ലോ, എനിക്ക് നെഞ്ചുവേദന ആയിരുന്നല്ലോ, ഞാൻ ഛർദ്ദിച്ചിട്ട് കുഴങ്ങി കിടന്ന് ഈ അറിഞ്ഞില്ലേ, എന്നിട്ട് എന്തേ ഈ വരാഞ്ഞെന്ന്. അപ്പൊ ഈ കേട്ടാള് ഞെട്ടും, പടച്ചോനെ എനിക്ക് പനി തരുവോ? എനിക്ക് പന്നിപ്പനിയും പക്ഷിപ്പനിയും എലിപ്പനിയും ഡെങ്കിപ്പനിയും തക്കാളിപ്പനിയും ഒന്നും ഇല്ലല്ലോ, എലിപ്പനിയൊന്നും എനിക്ക് പറ്റൂലല്ലോ, എന്താ പടച്ചോനെ ഈ കളിയാക്കണേ? അപ്പൊ അള്ളാഹു ഞാൻ പനിച്ചു കിടന്നപ്പോ ഈ എന്തേ വരാഞ്ഞെന്ന് വെച്ചത് ഞാനല്ല, എന്റെ ഒരു ഹൽക്ക് പനിച്ചു കിടന്നിരുന്നു എന്റെ അയൽവാസി. അത് അയ്യപ്പനാട്ടെ, പറങ്കോടനാട്ടെ, മുസ്ലിം ആട്ടെ. മുസ്ലിം ആണെങ്കിൽ കൂടുതൽ കൂലിട്ടു, അങ്ങനെ മുസ്ലിം ആണെങ്കിൽ കൂടുതൽ കൂലിട്ടു. അപ്പോ എന്റെ ഒരു അടിമ പനിച്ചു കിടന്നത് അറിഞ്ഞിട്ട് നീ പോയിട്ടില്ലല്ലോ. അപ്പോ ഏതോ ഒരു വ്യക്തി പനിച്ചു കിടന്നത് നാളെ മഹ്ശറിൽ അള്ളാഹു ചോദിക്കുന്നത് ഞാൻ പനിച്ചു കിടന്നിട്ട് എന്തേ വരാനെന്നാണ്. വിഷയത്തിന്റെ ഗൗരവം നോക്കൂ, ഞാൻ പനിച്ചു കിടന്നിട്ട് എന്തേ വരാനെന്ന്. രോഗിയെ സന്ദർശിക്കുന്ന അവിടെ മുതൽ ഞാൻ ആ വിഷയം വിശാലായിട്ട് സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചില്ല, ഗേറ്റ് തുറക്കൽ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് മാത്രം ചെയ്ത് വിശാലമായ ഗഹനമായ പൊരുളിലേക്ക്, അല്ലെങ്കിൽ സമുദ്രത്തിലേക്ക്, അല്ലെങ്കിൽ ആഴമേറിയ പഠന നിർഭരമായ ചിന്തയിലേക്ക് നമ്മെ ഹൃദയത്തെ വലിച്ചു കൊണ്ടുപോവാൻ സമർത്ഥനായ ബഹുമാന്യനായ ഉസ്താദ് ഹസൻ കാഫി പൂക്കോട്ടൂർ ഇവിടെ അൽഹംദുലില്ലാഹ് വളരെ നേരത്തെ അതബോടെ വന്ന് ഇൽമിനോടുള്ള അതുകൊണ്ട് വളരെ നേരത്തെ, അദ്ദേഹം പൊതുവെ ആ ശൈലിക്കാരനാണ്, നേരത്തെ പോകുന്ന ആളാണ്, ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സരള സുന്ദരമായ ആഴമേറിയ ആശയങ്ങളിലേക്ക് കുതിച്ചു ചാടുന്ന വലിയ സരള സുന്ദരമായ ഒരു അവതരണം ഇവിടെ വരാൻ പോകുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്കതൊക്കെ കേൾക്കണം, ഉൾക്കൊള്ളണം, നടപ്പിലാക്കണം, സ്വർഗം കിട്ടണം. അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കട്ടെ. നമ്മളെല്ലാവരും സമസ്തയെ സ്നേഹിക്കുന്നത്, സമസ്തയുടെ ആളുകളാകുന്നത് അത് ഈമാനോടെ മരിക്കാൻ മാധ്യമമാണ് എന്നത് മാത്രമാണ്, വേറൊന്നുമല്ല. വേറെന്താ നമുക്ക് ആവശ്യമുള്ളത്? എന്തിനാ സമസ്തന്റെ ബാക്കിൽ നടക്കുന്നത്? എന്തിനാ സമസ്തയെ നെഞ്ചിലേറ്റുന്നത്? ആ ഒരു സെക്കൻഡിന് വേണ്ടിയാണ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ടൊന്ന് മരിക്കണം. അത് പറ്റുമല്ലേ എന്നുള്ളത് തലയിൽ കുറച്ചുള്ള ആളുകൾക്ക് അനുഭവങ്ങളും ചരിത്രം നോക്കിയാൽ പറ്റുമെന്ന് മനസ്സിലാവും. നമുക്ക് ഈ കാര്യം പഠിപ്പിച്ചെന്ന മുഴുവൻ മഹാന്മാരും മുഖ്ലിസീങ്ങളായ നമ്മുടെ നേതാക്കളൊക്കെ മരിക്കുന്ന സമയത്ത് ഉറക്കയോ പതുക്കയോ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മൊഴിഞ്ഞു പോയവരാണ് എന്നത് വളരെ ബോധ്യപ്പെട്ട സത്യമാണ്. അത് അള്ളാഹു നമുക്കൊക്കെ നൽകിയ വലിയൊരു പാഠമാണ്. കേരളത്തിൽ മലയാളക്കരയിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വലിയ പാഠമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സഹാബാക്കളൊക്കെ റസൂലുള്ളാഹിന്റെ പിന്നാലെ കൂടിയിട്ട് ബദർ കൊണ്ടും ഉഹുദ് കൊണ്ടും മഹാന്മാർ സ്വർഗം കിട്ടിയെങ്കിൽ നമുക്കിന്ന് ബദർ ഉഹുദും ഉണ്ട്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു ബദർ നടത്തിയത് അബൂജാഹിലിനോടാണ്, നമുക്ക് ബദർ നടത്താനുള്ളത് അബൂബക്കറാജിനോടാണ്. ആ വ്യത്യാസമുണ്ട്. മൻ തമസ്സക ബി സുന്നത്തി. എന്ത് അബൂബക്കറാജ് എന്ന് പറഞ്ഞാൽ ഒരു പേര് വെറുതെ പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, എന്റെ വായിലൊരു പേര് വന്നു പോയതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട യുദ്ധം കാഫിര്യങ്ങളോടല്ല, മുസ്ലിങ്ങളോടാണ്. വാളെടുത്തിട്ടുമല്ല. പിന്നെ നമ്മളെ യുദ്ധം എന്താ പറയാ, തൊപ്പിടാതെ നടക്കുന്ന ലോകത്ത് ചെറുപ്പക്കാരെ നമ്മൾ തൊപ്പിട്ടാൽ അത് യുദ്ധമാണ്.
അത് യുദ്ധമാണ്. ദിക്ർ ചൊല്ലാതെ നടക്കുന്ന ലോകത്ത് നമ്മൾ ദിക്ർ ചൊല്ലിയാൽ അത് യുദ്ധമാണ്. നെരിയാനി താഴെ തുണിയെടുത്ത് നടക്കുന്ന ലോകത്ത് നമ്മൾ പൊക്കി നടന്നാൽ അത് ബദറിൽ പങ്കെടുത്ത പോലുള്ള യുദ്ധമാണ്. പറ്റേ അഴിഞ്ഞാടിയ ഒരു സമൂഹത്തിനിടയിൽ ദഅവത്തുമായിട്ട് നടന്നാൽ അത് വലിയൊരു യുദ്ധമാണ്. ദഅവത്ത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. രക്ഷപ്പെടാൻ 4 ഘടകങ്ങൾ അത്യാവശ്യമാണ്. വൽ അസ്ർ, മുസ്തഫ നബിയുടെ കാലം തന്നെയാണ് സത്യം. എന്താണ് മുസ്തഫ നബിയുടെ കാലം വെച്ച് സത്യം ചെയ്യാൻ കാരണം? മുസ്തഫ നബിയുടെ കാലം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള സമയം, സുബഹി മുതൽ മഗ്രിബ് വരെയുള്ള സമയം കണക്കൂട്ടിയാൽ അസറിന്റെ ആ സമയമാണ്. അപ്പൊ അതുകൊണ്ട് അസർ നിസ്കാരം തന്നെ സത്യം. എന്നും അതിന്റെ തഫ്സീർ കാണാം. മുസ്തഫ നബിയുടെ കാലഘട്ടം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരൊക്കെ അവന് നാനാഭാഗങ്ങളിൽ നിന്നും ഖേദവും ദുഃഖവും പരാജയവും അപകടവും കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ലഫീ ഖുസ്ർ നെക്റായി പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് നാനാഭാഗങ്ങളിൽ നിന്നും പരാജയം അവനെ കാർന്നു തിന്നുകയാണ്. ഇല്ലല്ലദീന ആമനൂ, ഒരു കാര്യം ഈമാനുള്ളവരൊഴിച്ച്. 1 വഅമിലു സ്വാലിഹാത്ത്, 2 അമലു സ്വാലിഹ്, 3 തവാസൗ ബിൽ ഹഖ് അംറും ബിൽ മഅറൂഫ് വതവാസൗ ബിസ്സബ്ർ നഹിയുൻ അനിൽ മുങ്കർ. ഈ 4 കാര്യമില്ലാത്തവരെ കാര്യം അപകടത്തിലാണ്, പരാജയത്തിലാണ്, നരകത്തിലാണ്, വിഷപ്പുകയിലാണ്, ദുഃഖത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സമസ്ത ഈ ഇരുത്തം, തെർബിയത്ത്, ക്യാമ്പൊക്കെ. അള്ളാഹു നമ്മുടെ ഉദ്ദേശത്തിന്റെ പൂർണ്ണമായ ഭംഗിയിലേക്ക് ഇവിടെ ഉള്ള എല്ലാ സംരംഭങ്ങളും എത്തിച്ചു നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ സഹോദരന്മാർ സഹോദരിമാർ, പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ബഹുമാനായ ബാവാജി അടക്കമുള്ള മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മളിൽ നിന്ന് വഫാത്തായി പോയ നമ്മുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ഈ മാസം മഹാനരായ സയ്യിദുൽ ഔലിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ മാസമാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമദ് ഗസാലി റളിയല്ലാഹു അൻഹു വഫാത്തായ മാസമാണ്. ഇമാം ഖാദി ഇയാൽ വഫാത്തായ മാസമാണ്. ആദം ഹളറത്ത് വഫാത്തായ മാസമാണ്. അള്ളാഹു തആല എല്ലാവർക്കും, അതോടുകൂടി ബഹുമാനപ്പെട്ട ഓക്കെ സൈന്ദൻകുട്ടി മുല്ലിയർ വലിയൊരു മഹാനായിരുന്നു, അവർ ഈ മാസത്തിൽ വഫാത്തായത്. എല്ലാവർക്കും അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർക്കത്തോടെ നമ്മൾ സാസ് കബൂലാക്കട്ടെ. മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാർ വലിയുള്ളാഹി ശംസുൽ ഉലമ റഈസ് മുഹഖഖീൻ കണ്ണിയത്തോര്, മഹാനായ സി എച്ച് ഉസ്താദ്, കെ വി ഉസ്താദ്, കെ ടി ഉസ്താദ്, നാട്ടി ഉസ്താദ്, മഹാന്മാരായ പാണക്കാട്ടെ തങ്ങന്മാർ, ഇടടുത്ത് നമ്മളിൽ പിരിഞ്ഞുപോയ സൈനുൽ ഉലമയെ പോലെയുള്ള, കോയക്കുട്ടി ഉസ്താദിനെ പോലെയുള്ള, കുമരപുത്തൂർ ഉസ്താദിനെ പോലെയുള്ള, ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ്, നേരത്തെ തൊഴിയൂർ ഉസ്താദിനെ പോലെയുള്ള, ബാപ്പുസ്താദിനെ പോലെയുള്ള മുഴുവൻ ആളുകളും നമ്മുടെ മുമ്പിൽ സ്ഥാപിച്ച ഈ ഹക്കായ പാതയിൽ പതറാതെ അക്ഷീണം നിസ്വാർത്ഥമായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ എന്ന് ദുആ ചെയ്ത് വിഷയാവതരണത്തിന് വേണ്ടി ഞാൻ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കുകയാണ്. സമയം പിന്നെ വളരെ പെട്ടെന്ന് പിന്നെ ഒരു കാര്യം, എല്ലാവരും കഴിയുന്നവരെ ഇവിടെ ഇരിക്കണം. ഞാൻ പോകുന്ന പോലെ നിങ്ങൾക്കൊക്കെ അറിയുന്ന 1-2 പരിപാടിയിൽ പങ്കെടുക്കാണ്ട്, അപ്പൊ എനിക്ക് വാളിന് മറ്റു പരിപാടിക്കൊക്കെ എത്തേണ്ടത് കൊണ്ട് ഞാൻ പോകും. അല്ലാത്ത മുഴുവൻ ആളുകളും പരമാവധി, പിന്നെ രോഗികൾ ഇതിലൊക്കെ അറ്റാക്ക് കഴിഞ്ഞ ആളുകളുണ്ട്, അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. പ്രയാസാണെങ്കിൽ പോവാ, അല്ലാത്തവരൊക്കെ ഇവിടെ ഇരിക്കണം എന്ന് പറയലോടുകൂടി ഇടയിൽ ചായ കടിയൊക്കെ ഉണ്ട്. എന്താണെങ്കിലും അദബ് നമ്മൾ കീപ്പ് ചെയ്യണം. അദബ് അടിസ്ഥാനമാണ്, പള്ളിയാണെന്നുള്ള ബോധം. അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് വേസ്റ്റുകളൊക്കെ പിന്നെ ആവുന്നത് ശ്രദ്ധിക്കണം. പിന്നെ ഒളവോടുകൂടി ഇരിക്കാൻ വേണ്ടി ചായ പപ്സ് നൽകിയ റിയാദ് മുഹമ്മദ്, അദ്ദേഹം മരിച്ചുപോയ, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പരലോകം സന്തോഷമായി കൊടുക്കട്ടെ, ഖബർ വിശാലമായി കൊടുക്കട്ടെ, ഖബർ പ്രവിശാലമായി കൊടുക്കട്ടെ, പ്രകാശിപ്പിക്കട്ടെ. വല്ല മുസീബത്തും ഖബറിലുണ്ടെങ്കിൽ അല്ലാഹു തആല അദാബിനെ തൊട്ട് ഒഴിവാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ വകയാണ് ഇപ്പോ നൽകുന്ന ചായ, അതുപോലെ പബ്സ്, അല്ലാഹു സ്വീകരിക്കട്ടെ.